മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണി പോയതിനു ശേഷം കണ്ണൻ്റെ മുന്നിലെത്തുന്ന മഹിയാണെങ്കിൽ കണ്ണനോടായിട്ട് പറയുന്നുണ്ട്, അവൻ ഭീഷണി മുഴക്കിയിട്ടാണ് പോയത്, ഞാനും വിട്ടുകൊടുത്തില്ല, ഞാനും നല്ല രീതിക്ക് തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, താൻ ഒരിക്കലും വിട്ടുകൊടുക്കരുത്, താൻ നല്ല രീതിക്ക് തന്നെ പറഞ്ഞു കൊടുക്കണമെന്നും അവൻ ഈ കമ്പനിയിൽ വന്നിരിക്കുന്ന കാര്യത്തിനെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ കൂടെ പറ്റില്ല എന്നെല്ലാം പറയുമ്പോൾ മഹി പറയുന്നുണ്ട്, എൻ്റെ സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ടാണ് അവൻ സംസാരിച്ചത്, അപ്പോഴൊക്കെ എനിക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനാണ് തോന്നിയെന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അവൻ എത്ര കണ്ട് അപമാനിച്ചാലും താനൊന്നും സത്യങ്ങളൊന്നും വിളിച്ചു പറയരുതെന്നല്ല മഹിയോടായിട്ട് പറയുന്നു. ഇനി നമ്മൾ എന്താണ് കണ്ണേട്ട ചെയ്യേണ്ടതെന്നെല്ലാം മഹി കണ്ണനോട് ചോദിക്കുമ്പോൾ ഞാനത് അനന്തുവിനെ കൊണ്ട് സോൾവ് ചെയ്യിച്ചോളാം എല്ലാം കണ്ണൻ പറയുന്നുണ്ട്. പിന്നീട് ഓഫീസിൽ നിന്ന് തിരികെ പോകുന്ന ഉണ്ണിക്കാണെങ്കിൽ മഹിയാണെങ്കിൽ കണ്ണൻ്റെ മുറിയിൽ നിന്ന് വരുന്ന കാഴ്ചയെല്ലാം ഓർത്തിട്ട് ആകെ ഒരു സംശയം ഉണ്ടാകുന്നുണ്ട്. അവർ നമ്മളെ പറ്റിക്കുകയാണോ എന്നുള്ള ഒരു സംശയം തന്നെ ഉണ്ണിയുടെ മനസ്സിലായിട്ട് ഉണ്ടാകുന്നു. പിന്നീട് ഈ ഒരു സംശയം കരുണയോടായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഉണ്ണി. എന്നിട്ട് പറയുന്നു, നമ്മൾ അന്ന് പോകുമ്പോഴും അവരാണെങ്കിൽ ആ ഓഫീസിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഞാൻ ഇന്ന് ചെല്ലുമ്പോൾ കണ്ണേട്ടൻ്റെ റൂമിൽ നിന്നും അവരിറങ്ങി വരുന്നതാണ് ഞാൻ കണ്ടത്, നമ്മൾ പറ്റിക്കപ്പെടുകയാണോ കരുണ എന്ന് ചോദിക്കുമ്പോൾ കരുണ പറയുന്നുണ്ട്, അതൊരിക്കലും സംഭവിക്കില്ല ഉണ്ണിയേട്ട എന്ന് വെച്ചാൽ അവളാണെങ്കിൽ അന്യൻ്റെ ഒരു കുട്ടിയെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന സ്ത്രീ ആയതുകൊണ്ട് അവളെ കണ്ണേട്ടൻ നന്നായിട്ട് തന്നെ വെറുക്കുക തന്നെ ചെയ്യും, അപ്പോൾ പിന്നെ ഒരിക്കലും അവർ ഒരുമിക്കാനുള്ള സാധ്യതയില്ലെന്നെല്ലാം ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്. പിന്നീട് കണ്ണൻ പറഞ്ഞ പ്രകാരം അനന്തുവാണെങ്കിൽ ഉണ്ണിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് മഹിക്ക് അവകാശപ്പെട്ട ഓഫീസിലോട്ട് നീ എന്തിനാണ് ഇടിച്ചു കയറി ചെന്നതെന്നെല്ലാം അനന്ത് ചോദിക്കുന്നത് കേട്ട് ഉണ്ണിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നു. ഉണ്ണി പറയുന്നുണ്ട്, എൻ്റെ കണ്ണേട്ടൻ ഉള്ളിടത്തോളം കാലം ഞാൻ ആ ഓഫീസിൽ ചെല്ലുക തന്നെ ചെയ്യും, എൻ്റെ കണ്ണേട്ടൻ അവകാശമുള്ളത് കൊണ്ട് എനിക്ക് അവിടെ ചെല്ലാനുള്ള അവകാശവും ഉണ്ടെന്നെല്ലാം ഉണ്ണി തർക്കിക്കുമ്പോഴേക്കും അനന്തുവാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഉണ്ണിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇനി നീ ഈ സാഹസത്തിന് മുതിർന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളാണെങ്കിൽ പോലീസിനെ സമീപിക്കും, അല്ലെങ്കിൽ ഞാനും മാർക്കോയും കൂടെ നിന്നെ വന്ന് കാണുമെന്നെല്ലാം ഉണ്ണിയെ നല്ല രീതിക്ക് തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെ ഫോൺ കട്ട് ചെയ്യുന്നു. എന്നിട്ട് കണ്ണനോടും മഹിയോടുമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കമ്പനിയിൽ നിന്നും വിശ്വസ്തരായവരെ മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ളവരെല്ലാം ഒഴിവാക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അതെല്ലാം കൺസ്ട്രക്ഷൻ കമ്പനിയിലുള്ള കാര്യങ്ങളെല്ലാം ഇയാളും മഞ്ജുവും കൂടെ ക്ലിയർ ആക്കിയിട്ടുണ്ടെന്നും അതിന് ഒരിക്കലും അങ്ങനെ ഒരു അബദ്ധം പറ്റില്ല എന്നെല്ലാം കണ്ണനായിട്ട് പറയുന്നുണ്ട്. പിന്നീട് കണ്ണനാണെങ്കിൽ മാർക്കോനെ ഏർപ്പാടാക്കുന്നുണ്ട്. പ്രതാപനെയും മുത്തശ്ശിയെയും പോയി കണ്ട് അവരെ ഒന്ന് വിറപ്പിച്ച് നിർത്തണമെന്ന് പറയുന്നു. അതും പ്രകാരം പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയും അടുത്തോട്ട് ചെല്ലുന്നുണ്ട് മാർക്കോനെ കാണുന്നതും പ്രതാപനും മുത്തശ്ശിയുമാണെങ്കിൽ ആകെ ഒന്ന് ഭയന്ന് വിറയ്ക്കുന്നു. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ നീ എന്തിനാണ് വീണ്ടും ഇങ്ങോട്ട് വന്നതെന്നെല്ലാം മുത്തശ്ശി ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇടിച്ചു കയറി തന്നെ മാർക്കോ അകത്തോട്ട് ചെല്ലുന്നു. മാർക്കോനെ കാണുന്നതും പ്രതാപനാണെങ്കിൽ ആകെ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. എന്താണ് മാർക്കോ, ഞാൻ ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നീ ഒരു കാര്യവും ചെയ്തിട്ടില്ല, പക്ഷെ നിൻ്റെ മകളും നിൻ്റെ മരുമകനും കൂടെ പല കാര്യങ്ങളും നീക്കം ചെയ്യുന്നുണ്ട്, അത് പറയാൻ കൂടിയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. മഹാലക്ഷ്മിക്ക് അവകാശപ്പെട്ട സ്ഥലത്ത് ചെന്ന് നിൻ്റെ മരുമകൻ മഹാലക്ഷ്മിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, ഇനി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ മകളുടെ ശരീരത്തായിരിക്കും ചോര പൊടിയുന്നതെന്ന് പറയുമ്പോൾ ഇത് കേട്ട് പ്രതാപനാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അയ്യോ, എൻ്റെ മകളെ ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട്. ഇത് കണ്ട് മുത്തശ്ശിയും ആകെ പേടിച്ചു പോകുന്നുണ്ട്. നിനക്ക് വിഷമം വരണമെങ്കിൽ നിൻ്റെ മകൾക്ക് നല്ല രീതിക്ക് തന്നെ ചോര പൊടിയണം, എന്നാൽ മാത്രമേ നിനക്കതിന് ഒരു വിഷമം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മഹാലക്ഷ്മിയുടെയും കണ്ണൻ സാറിൻ്റെയും പിറകെയുള്ള ഈ നടത്തം നിൻ്റെ മകളോടും മരുമകനോടും അവസാനിപ്പിക്കാൻ പറഞ്ഞില്ലെങ്കിൽ കാര്യങ്ങൾ വഷളാവുമെന്നെല്ലാം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെ മാർക്കോ അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് മുത്തശ്ശിയോടായിട്ട് പ്രതാപം പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ ഇവനെ കൊണ്ട് ഞാൻ മടുത്തു പോകുമല്ലോ, എൻ്റെ മോളെ നല്ല രീതിക്ക് നോക്കാൻ വേണ്ടിയല്ലേ ഇവനെ നമ്മൾ കല്യാണം കഴിപ്പിച്ച് കൊടുത്തത്, പക്ഷേ ഇവനെ കൊണ്ട് യാതൊരുവിധ ഗുണവും ഇല്ലല്ലോ അമ്മേ, നമ്മൾ നമ്മുടെ മകൾക്കും മരുമകനിക്കും വേണ്ടിയല്ലേ ഈ പെടാപ്പാടെല്ലാം പെടുന്നത്, പക്ഷേ അതിൻ്റെ യാതൊരുവിധ നന്ദിയും അവനില്ലല്ലോ, അവനാണെങ്കിൽ നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ലല്ലോ എന്നെല്ലാം പരാതി പറയുന്നത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, അവനാണെങ്കിൽ ഒരു മണ്ണുണ്ണിയല്ലേ, അവനതൊന്നും ചിന്തിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിയും ബോധമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവൻ ഇങ്ങോട്ടൊന്നും വരാത്തതെന്നെല്ലാം മുത്തശ്ശി പറയുകയാണ്. പിന്നീട് അവിടെ നിന്ന് പോകുന്ന മാർക്കോനെ ആണെങ്കിൽ സാഗർ കാണുന്നുണ്ട്. അങ്ങനെ സാഗറാണെങ്കിൽ മാർക്കോനോടായിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ മഹാലക്ഷ്മിയുടെ കുഞ്ഞ് മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഇവിടെയുള്ള പ്രതാപനും മുത്തശ്ശിയും എല്ലാം അറിഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി അവരെ സൂക്ഷിക്കണം, അതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ മഹാലക്ഷ്മിയുടെയും കണ്ണൻ സാറിൻ്റെയും നേരെ ഒരു കണ്ണുണ്ടായിരിക്കണമെന്നെല്ലാം പറയുമ്പോൾ എൻ്റെ രണ്ട് കണ്ണും അവരുടെ പിറകെ തന്നെയുണ്ട്, അതുകൊണ്ട് അവരെ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്നും മാർക്കോ പറയുന്നത് കേട്ട് സാഗറിനാണെങ്കിൽ വളരെ സന്തോഷമാകുന്നു.
പിന്നീട് മാർക്കോയുടെ ഭീഷണിയും എല്ലാം ഓർത്ത് കിടന്നുറങ്ങുന്ന പ്രതാപനാണെങ്കിൽ ഒരു സ്വപ്നം തന്നെ കാണുന്നുണ്ട്. അങ്ങനെ ഒരു വിജനമായ ഒരു സ്ഥലത്തുകൂടെ നടന്നു പോകുന്ന പ്രതാപൻ്റെ കാല് തട്ടി ഒന്ന് വീഴുകയും എഴുന്നേറ്റ് നിന്ന് കഴിയുമ്പോഴേക്കും ആരോ മുന്നിൽ നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് കണ്ണൻ്റെ അച്ഛൻ ആണെങ്കിൽ പ്രതാപൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അതുകൊണ്ട് പ്രതാപനാണെങ്കിൽ ഞെട്ടി വിറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. എന്നിട്ട് മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട്, അമ്മേ ഞാനിപ്പോൾ ആ കണ്ണൻ്റെ അച്ഛനെ കണ്ട് പേടിച്ചാണ് ഞാൻ എഴുന്നേറ്റത്. അയാളാണെങ്കിൽ എൻ്റെ സ്വപ്നത്തിൽ എപ്പോഴും വരുന്നുണ്ട്. എനിക്കെന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് അമ്മ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപനാകെ ഭയക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശി പറയുന്നുണ്ട്, അയാളാണെങ്കിൽ ഒരു ദുർമരണമല്ലേ നടന്നത്, അതുകൊണ്ട് അയാൾക്ക് മോക്ഷം കിട്ടിക്കാണില്ല, അതുകൊണ്ടാണ് നീ ഇങ്ങനെ സ്വപ്നത്തിൽ ഇടയ്ക്കിടയ്ക്ക് അയാളെ കാണുന്നതെന്ന് പറയുന്നു. പിന്നീട് മഹാലക്ഷ്മിയോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട്, എന്താണെങ്കിൽ ഞാൻ മാർക്കോനെ ഏൽപ്പിച്ചത് വെറുതെ ആയില്ല. മാർക്കോ പോയി പ്രതാപനെയും അയാളുടെ അമ്മയും നല്ല രീതിക്ക് തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ മകളുടെ നേരെ ചോര പൊടിയുമെന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരിക്കലും ഉണ്ണി അങ്ങോട്ട് വരില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മഹാലക്ഷ്മിക്കാണെങ്കിൽ വളരെ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഈ വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.